വീഡിയോയിൽ കലാരൂപങ്ങളും സ്ഥലങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കലാരൂപങ്ങൾ, സ്ഥലങ്ങൾ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. ഏതാണ്? മോഹിനിയാട്ടമാണ്. അതുപോലെ തന്നെ അർജുന നൃത്തം എവിടുത്തെ കലാരൂപമാണെന്ന് വെച്ചാൽ അപ്പോഴാണ് അർജുന നൃത്തം കോട്ടയം. അർജുന നൃത്തം എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ ഒരു കലാരൂപമാണെന്ത്? അർജുന നൃത്തം. അതുപോലെ തന്നെ മീനാക്ഷി കല്യാണവും കന്യാർകളിയും ഏതു സ്ഥലത്തെ കലാരൂപങ്ങളാണെന്ന് ചോദിച്ചാൽ ആൻസർ പാലക്കാട്. ഏതാണ്? പാലക്കാട്. അതുപോലെ തന്നെ അർജുന നൃത്തം ഏതു സ്ഥലത്തെ കലാരൂപമാണെന്ന് ചോദിച്ചാൽ അർജുന നൃത്തം എവിടുത്തെയാണ്? അർജുന നൃത്തം കോട്ടയത്തെ കലാരൂപമാണ്. അതുപോലെ തന്നെ പടയണി ഏതു സ്ഥലത്തെ പ്രധാന കലാരൂപമാണെന്ന് ചോദിച്ചാൽ പടയണി പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണെന്ന് പടയണി. അതുപോലെ തന്നെ വേലകളി ഏതു സ്ഥലത്തെ പ്രധാനപ്പെട്ട കലാരൂപമാണെന്ന് ചോദിച്ചാൽ വേലകളി അമ്പലപ്പുഴ അല്ലെങ്കിൽ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണെന്ന് വേലകളി. യക്ഷഗാനം ഏതു സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട കലാരൂപമാണെന്ന് ചോദിച്ചാൽ യക്ഷഗാനം കാസർഗോഡ്. എവിടെയാണ്? കാസർഗോഡ്. ഗദ്ദിക ഏതു സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട കലാരൂപമാണ്? ഗദ്ദിക ഏതു സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട കലാരൂപമാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഗദ്ദിക ഏത് സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട കലാരൂപമാണെന്ന് ചോദിച്ചാൽ ഗദ്ദിക വയനാട്. ഗദ്ദിക വയനാട്. തെയ്യം ഏത് സ്ഥലത്തുള്ള പ്രധാനപ്പെട്ട കലാരൂപമാണ്? തെയ്യം കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ്. തെയ്യം കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണ്. കഥകളി ഏത് സ്ഥലത്തെ പ്രധാനപ്പെട്ട കലാരൂപമാണ്? കഥകളി കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട കലാരൂപമാണത് കഥകളി. കഥകളിയുടെ ജന്മദേശം എന്ന് പറയുന്നത് കൊട്ടാരക്കരയാണ്. എവിടെയാണ്? കൊട്ടാരക്കരയാണ്. അതുപോലെ തന്നെ കുത്തിയോട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകെട്ട സ്ഥലം ഏതാണ്? കുത്തിയോട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ആ കുത്തിയോട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകെട്ട സ്ഥലം ചെട്ടികുളങ്ങരയാണ്. എവിടെയാണ്? ചെട്ടികുളങ്ങരയാണ്. കുത്തിയോട്ടത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകെട്ട സ്ഥലം എന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ചെട്ടികുളങ്ങരയാണ്. ഒരു പുലികളി കേരളത്തിലെ ഏറ്റവും പേരുകെട്ട എവിടെയാണ്? പുലികളിക്ക് കേരളത്തിലെ ഏറ്റവും പേരുകെട്ട സ്ഥലം തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. അർജുന നൃത്തത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകെട്ട സ്ഥലം ഏതാണ്? കോട്ടയമാണ്. എവിടെയാണ്? അർജുന നൃത്തത്തിന് കേരളത്തിലെ ഏറ്റവും പേരുകെട്ട സ്ഥലം എവിടെയാണ്? കോട്ടയമാണ്. എവിടെയാണ്? കോട്ടയമാണ്. അതുപോലെ വിഷു കേരളത്തെ ഏറ്റവും ഓർത്ത് വെച്ചോളുക. വിഷു കേരളത്തെ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന സ്ഥലം എവിടെയാണ്? ഗുരുവായൂരിലാണ്. എവിടെയാണ്? ഗുരുവായൂരിലാണ്. അതുപോലെ ജന്മാഷ്ടമി അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന സ്ഥലം എവിടെയാണ്? അതുപോലെ തന്നെയാണ് ഗുരുവായൂർ തന്നെയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിലേക്ക് ഒരു ആഘോഷമാണ് എങ്കിൽ തന്നെയും ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ജന്മാഷ്ടമിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന എവിടെയാണ്? അത് ഗുരുവായൂരിലാണ്. അതുപോലെ അത്തച്ചമയം കേരളത്തിൽ ഏറ്റവും പേരുകേട്ട സ്ഥലം എവിടെയാണ്? അത്തച്ചമയത്തിന് കേരളത്തിൽ ഏറ്റവും പേരുകേട്ട സ്ഥലം തൃപ്പൂണിത്തുറയാണ്. ഏതാണ്? തൃപ്പൂണിത്തുറയാണ്. അതുപോലെ മകരവിളക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന എവിടെയാണ്? മകരവിളക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത് ശബരിമലയിലാണ്. എവിടെയാണ്? ശബരിമലയിലാണ്. ഒരു 12 വിളക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന എവിടെയാണ്? 12 വിളക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്നത് ഓച്ചിറയാണ്. എവിടെയാണ്? ഓച്ചിറയാണ്. അതുപോലെ നിറപുത്തരി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന എവിടെയാണ്? നിറപുത്തരി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊണ്ടാടുന്ന സ്ഥലം ശബരിമലയാണ്. എവിടെയാണ്? ശബരിമലയാണ്. അതുപോലെ തന്നെ അവള് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷയോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോ കാണുന്നവർ തുടർച്ചയായിട്ട് കാണുക കേട്ടോ.